വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയിലെ വുഹാനിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഭീതി പടർത്തുകയാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇതിനോടകം തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. COVID-19 അതായത് കൊറോണ വൈറസ് ലോകമെമ്പാടും പൊട്ടിപ്പുറപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ സ്വമേധയാ അവധിയെടുക്കാൻ ദുബായിലെ എമിറേറ്റ്സ് ഗ്രൂപ്പ് ജീവനക്കാരോട് ആവശ്യപ്പെടുകയുണ്ടായി. തങ്ങളുടെ ജീവനക്കാർക്ക് ഇമെയിൽ അയച്ചതായും ഇതിനോടകം തന്നെ തങ്ങൾ ജീവനക്കാരോട് ആവശ്യപ്പെടുന്ന അവധി സ്വമേധയാ ഉള്ളതാണെന്നും അതെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ജീവനക്കാരുടെ വിവേചനാധികാരത്തിലാണെന്നും എയർലൈൻ അധികൃതർ ഖലീജ് ടൈംസിനോട് പറയുകയുണ്ടായി. എമിറേറ്റ്സ് എയർലൈനിനെ ആസ്തികളിൽ ഉൾപ്പെടുന്ന സർക്കാർ ഉടമസ്ഥയിലുള്ള ഹോൾഡിംഗ് കമ്പനിയായ എമിറേറ്റ്സ് ഗ്രൂപ്പിന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവസാനത്തിൽ 2019 മാർച്ച് അവസാനത്തോടെ 21,000-ലധികം ക്യാബിൻ ക്രൂവും 4,000 പൈലറ്റുമാരും ഉൾപ്പെടെ 1,00,000-ലധികം ജീവനക്കാരുണ്ടായിരുന്നു. COVID-19 ആഘാതം കൈകാര്യം ചെയ്യുന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രത്യേക വെല്ലുവിളിയായി നിലനിൽക്കുന്നതെന്നാണ് വാർത്താ ഏജൻസി റോയിട്ടേഴ്സിന് ഇവർ റിപ്പോർട്ട് ചെയ്തത്. വാർഷികാവധിയുടെ ഗണ്യമായ ബാലൻസ് നേടിയ ജീവനക്കാരോട് ശമ്പളത്തോടു കൂടി അവധി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഇമെയിലിൽ പ്രത്യേകം ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. പ്രവർത്തനരഹിതമായ റോളുകളിൽ ജീവനക്കാർക്ക് കമ്പനി ശമ്പളമില്ലാത്ത അവധി വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ഇത് ഓപ്പറേഷൻ സ്റ്റാഫുകൾക്ക് നൽകാമെന്നും കമ്പനി വ്യക്തമാക്കി. എല്ലാ സാഹചര്യങ്ങളും തങ്ങളുടെ ലൈൻ മാനേജറുടെ പിന്തുണയും അംഗീകാരവും ഉണ്ടെങ്കിൽ ഈ അവസരം ഏറ്റെടുക്കാൻ തങ്ങൾ നിങ്ങളെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. ലോകമെമ്പാടുമുള്ള എയർപോർട്ട് സേവനങ്ങളും ട്രാവൽ ഏജൻസികളും പ്രവർത്തിക്കുന്ന ഡിനാറ്റയും എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ കൈവശമുണ്ട്. കൊറോണ ഭീതിയെ തുടർന്ന് എമിറേറ്റ്സ് ജീവനക്കാർ അവധിയിലെത്തുകയാണെങ്കിൽ തന്നെയും ഇത് സാരമായി ബാധിക്കുന്നത് പ്രവാസികളെ തന്നെയാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.